71-ാം വയസ്സ് എനിക്ക് ഒത്തിരി നേട്ടങ്ങൾ തന്ന വർഷമാണ്. അതിന് ഞാൻ ആദ്യമായിട്ട് ദൈവത്തെ സ്തുതിക്കട്ടെ. 71-ാം വയസ്സിലാണ് എനിക്ക് മിസ്സസ് ഇന്ത്യ 2025 കിരീടം കിട്ടിയത്. അത് എൻ്റെ ലൈഫിലെ വലിയൊരു അച്ചീവ്മെൻറ്റ് തന്നെയാണ്. എന്നാൽ അതിനേക്കാൾ വലിയൊരു സന്തോഷം കൂടി നിങ്ങളോട് പങ്കുവയ്ക്കാനുണ്ട്. അത് വേറെ ഒന്നുമല്ല, എൻ്റെ 2 കൈകളുടെ വിരലുകൾ എൻ്റെ വേസ്റ്റിൽ ഇതുപോലെ കൂട്ടിമുട്ടിക്കാൻ കഴിഞ്ഞത്. പണ്ട് കൈകൾ ഇങ്ങനെ വെച്ചാൽ അതിനിടയിൽ ഒരു 6 ഇഞ്ച് വിടവുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് എൻ്റെ വിരൽത്തുമ്പുകൾ കൂട്ടിമുട്ടിക്കാൻ കഴിയും. വാവ്, എനിക്ക് എന്നെ സന്തോഷമാണെന്നോ. അപ്പോൾ ഈ 71-ാം വയസ്സിൽ ഞാൻ ഇതെങ്ങനെ സാധ്യമാക്കിയെന്ന് നിങ്ങളോട് കൂടി പറയാം. ഈ 4 എക്സർസൈസുകൾ ദിവസവും 8 മിനിറ്റ് നേരം ചെയ്താൽ നിങ്ങളുടെ ബെല്ലി ഫാറ്റ് കുറയ്ക്കാൻ സാധിക്കും. ഐ എം എ ലിവിങ് പ്രൂഫ്. അതുകൊണ്ട് വയറ് കുറയ്ക്കണമെന്ന് ആഗ്രഹമുള്ളവർ മാത്രം ഇത് കണ്ടാൽ മതി കേട്ടോ. ഇതെനിക്ക് സാധിച്ചെങ്കിൽ വയറ് കുറയ്ക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് കണിശം അത് പ്രാപ്തമാക്കാമെന്ന് ഞാൻ ഗ്യാരണ്ടി പറയുകയാണ്. ദിവസവും വെറും 8 മിനിറ്റ് മാത്രം സ്പെൻഡ് ചെയ്താൽ മതി കേട്ടോ. ഇങ്ങനെ ഈ എക്സർസൈസുകൾ ചെയ്താൽ നിങ്ങളുടെ 1 to 2 ഇഞ്ചസ് വേസ്റ്റ് ലൈൻ കണിശമായിട്ടും കുറയും. അപ്പോൾ ഈ ചലഞ്ച് ഏറ്റെടുക്കുന്നവർ എന്താണ് ചെയ്യേണ്ടതെന്നോ, എക്സർസൈസ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് വേസ്റ്റ് മെഷർമെൻ്റ് ഒന്ന് എടുക്കണം. അംബ്ലിക്കസിൽ വെച്ച് വേണം മെഷർമെൻ്റ് എടുക്കാൻ. കാരണം അതാണ് നമ്മുടെ ഒരു ലാൻഡ് മാർക്കായിട്ട് വെച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ മുകളിലോട്ടോ താഴോട്ടോ പോയാൽ നമ്മുടെ മെഷർമെൻറ്റ്സ് പോകും. അതുകൊണ്ട് അംബ്ലിക്കൽ ലെവൽ വെച്ച് വേണം മെഷർ എടുക്കാനായിട്ട്. എന്നിട്ട് അതൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. ഓരോ ആഴ്ചയിലും സെയിം അംബ്ലിക്കൽ ലെവലിൽ സെയിം ടൈമിൽ മെഷർമെൻ്റ് എടുത്ത് നോക്കണം. അപ്പോൾ ഈ വ്യത്യാസം നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. അപ്പോൾ ആ 4 എക്സർസൈസുകൾ എന്താണെന്ന് പറയാം. എക്സർസൈസ് നമ്പർ 1, പ്ലാങ്ക് പൊസിഷൻ. ഇതാണ് പ്ലാങ്ക് പൊസിഷൻ. ഞാൻ ഫ്ലാങ്ക് ചെയ്യാൻ പോവാണ്. നിങ്ങളിത് ആദ്യമായിട്ട് ചെയ്യുമ്പോൾ 15 സെക്കൻഡ് ഒക്കെ വെച്ചാൽ മതി. ഞാനിപ്പോൾ എത്ര സെക്കൻഡ് ചെയ്യാമെന്നുള്ളത് നോക്കാൻ പോവാണേ. ഓക്കെ, റെഡി, 1 2 3. നമ്മൾ പുഷപ്പ് ചെയ്യാൻ പോകുന്നത് പോലെ ടോയിൽ നമ്മുടെ ബോഡി പൊക്കി നിർത്തണം. അത് നിലത്തിന് പാരലായിട്ട് നിർത്തണം. കൈകൾ 2 ഇതുപോലെ നിലത്ത് വയ്ക്കണം. എന്നിട്ട് നമ്മളുടെ ബോഡി സ്ട്രെയിറ്റ് ആക്കി വയ്ക്കണം. ഈ പ്ലാങ്ക് പൊസിഷൻ കൊണ്ട് ഒരുപാട് പ്രയോജനങ്ങളുണ്ട്. നമ്മുടെ കോർ മസിൽസിനെ എല്ലാം ബലപ്പെടുത്താം. ഷോൾഡർ, ബാക്ക്, ലെഗ് എന്നിവിടങ്ങളിലെ പേശികളെ എല്ലാം ബലപ്പെടുത്തും. കൂടാതെ നമ്മുടെ പോസ്ചറും നമ്മുടെ ബാലൻസും നമ്മുടെ കോർഡിനേഷനും ഒക്കെ ശരിപ്പെടുത്താനും സാധിക്കും. വേറൊരു ഗുണം, ബാക്ക് പെയിനും കുറയ്ക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ എക്സർസൈസ് നമ്മുടെ ഫുൾ ബോഡി മസിൽസ് ഇൻവോൾവ് ആണ്. അതുകൊണ്ടാണ് വയറും കുറയുന്നത്. ഞാൻ 1 മിനിറ്റ് ആയപ്പോൾ നിർത്തി. ഇത് വേണേൽ കുറച്ചുകൂടി നിൽക്കാം. പക്ഷേ നിങ്ങളിത് ചെയ്യുമ്പം ഒരു 15 സെക്കൻഡിൽ ആദ്യം തുടങ്ങുക. 2 പ്രാവശ്യം ചെയ്താൽ മതി. പിന്നെ 30 സെക്കൻഡ് വീതം ചെയ്യുവാണെങ്കിൽ ഒരുപാട് നല്ല കാര്യമാണ്. അങ്ങനെ ആദ്യമേ തുടങ്ങുമ്പോൾ 2 പ്രാവശ്യം അങ്ങനെ ചെയ്താൽ മതി ഒരു ദിവസം കേട്ടോ. ഇപ്പം നമ്മളിത് ദിവസവും കുറേ കൂട്ടി കൊണ്ടുപോകാനായിട്ട് സാധിക്കും. രണ്ടാമത്തെ എക്സർസൈസാണ് ഹിപ്പ് റേസ് എക്സർസൈസ്. നേരെ നിവർന്ന് നിലത്ത് മലർന്നു കിടന്നിട്ട് നമ്മുടെ കാലുകൾ മടക്കിയിട്ട് ഇതുപോലെ നമ്മുടെ ഹിപ്പ് റേസ് ചെയ്യണം. ഷോൾഡർ നിലത്ത് ഫ്ലാറ്റ് ആയിട്ട് ഇരിക്കണം. ഈ പൊസിഷനിൽ നമ്മൾക്ക് എത്ര സമയം നിൽക്കാമോ അത്രയും നിൽക്കണം. ഇത് വളരെ ഈസി ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. ആർക്കും നിൽക്കാം. ഈ എക്സർസൈസും ഒരു 2 മിനിറ്റ് നേരം ചെയ്താൽ മതി. അപ്പം അത്രയും പറ്റുകയില്ലെങ്കിൽ പറ്റുന്നിടത്തോളം സമയം നിന്നാൽ മതി. ഇത് നമ്മുടെ കോർ മസിൽസിനെയും ഗ്ലൂട്ടിയൽ മസിൽസിനെയും സ്ട്രെങ്തൻ ചെയ്യാനായിട്ട് സാധിക്കും. ഈ കൂട്ടത്തിൽ നമ്മൾക്ക് കുറച്ച് വെയിറ്റും കൂടി ആഡ് ചെയ്യാം. ഞാനിവിടെ 5 കിലോയുടെ 2 ഡംബൽസ് ആണ് ഉപയോഗിക്കുന്നത്. 2 ഡംബൽസ് ആയതിനാൽ ഒന്നിന് മുകളിൽ ഒന്ന് വയ്ക്കുകയാണ്. വാസ്തവത്തിൽ 10 or 15 kgയുടെ ഒറ്റ ഡംബലാണ് ഉപയോഗിക്കേണ്ടത്. അതില്ലാത്തതിനാലാണ് 2 എണ്ണം ഉപയോഗിക്കുന്നത്. ഇങ്ങനെ ഇത് നമ്മുടെ ഹിപ്പിന് മുകളിൽ വെച്ചിട്ട് ഹിപ്പ് റേസ് ചെയ്യണം. ഞാനിപ്പോൾ ഇത് 2 എണ്ണം ആയതുകൊണ്ട് 2 ഡംബൽസ് ആയതുകൊണ്ട് ഞാൻ ഇതിലൊന്ന് പയ്യെ ഒന്ന് പിടിക്കുകയാണ്, അത് ഉരുണ്ടു പോകാതിരിക്കാൻ വേണ്ടി. ഇതും ഒരു 2 മിനിറ്റ് നേരം വെച്ചാൽ മതി. ക്ഷീണിച്ചു പോയെങ്കിൽ ഇടയ്ക്ക് ഒന്ന് ഹിപ്പ് താത്തു വെക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെയും അത് തുടരാവുന്നതാണ്. അത് നമ്മുടെ കപ്പാസിറ്റി അനുസരിച്ച് ചെയ്യാം. ഇനി എക്സർസൈസ് നമ്പർ 3, ലൈങ് ക്ലോസ് ടച്ച് പൊസിഷൻ. നമ്മൾ നിലത്ത് ഇതുപോലെ മലർന്നു കിടന്നിട്ട് ഒന്നിലും തൊടാതെ ഇരിക്കുന്ന പൊസിഷനിലോട്ട് വന്നിട്ട് നമ്മുടെ കാൽ വിരലുകളിൽ തൊടണം. അതിനുവേണ്ടി ആദ്യം ശ്വാസം എടുക്കണം. എന്നിട്ടത് എക്സ്ഹൈൽ ചെയ്തിട്ട് വേണം പൊങ്ങി വരാൻ. ശ്വാസം വിട്ട് കഴിയുമ്പോൾ നമുക്കത് ആ അബ്ഡോമിനൽ മസിൽസ് അങ്ങോട്ട് അകത്തോട്ട് ചുരുങ്ങും. എന്നിട്ട് അന്നേരം നമ്മൾക്ക് ശരിക്കും പൊങ്ങി വരാനായിട്ട് സാധിക്കും. പിന്നെ കിടക്കാൻ പോകുമ്പോൾ ഇൻഹെയിൽ ചെയ്യണം. ഇങ്ങനെ ഒരു 10 പ്രാവശ്യം ചെയ്താൽ മതി കേട്ടോ. അത് 1 മിനിറ്റോ 2 മിനിറ്റോ.
ചെയ്യുക. 10 പ്രാവശ്യം ധാരാളം മതി കേട്ടോ. അത് ചിലപ്പോൾ 1 മിനിറ്റേ ആവശ്യമുള്ളൂ. ഇത് നമ്മുടെ ആബ്ഡമൻ കോർ മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്യാനായിട്ട് സാധിക്കും. എടുത്തിരിക്കുവാണേ, കാരണം നമ്മളൊരു ബ്രേക്ക് ഇല്ലാതെ 10 പ്രാവശ്യം ചെയ്തെന്നൊന്ന് കാണിക്കാൻ വേണ്ടി ഞാനൊരു ബ്രേക്ക് പോലും എടുക്കാതെ ഞാൻ ചെയ്തതാണ് 10 പ്രാവശ്യം. ഇപ്പൊ ഇത് ചെയ്യാനായിട്ട് ഇപ്പൊ നിലത്ത് നിന്ന് ഇങ്ങനെ പൊങ്ങി വരാനായിട്ട് വിഷമമുള്ളവരാണെങ്കിൽ ഇരുന്നുകൊണ്ട് ഇതുപോലെ കാലിന്റെ വിരലുകളെ തൊടാം. ഇവിടെയും ശ്വാസം വിട്ടിട്ട് വിരല് തൊടാനായിട്ട് ശ്രമിച്ചാൽ നമ്മൾക്ക് സാധിക്കും. എത്ര നേരം ഇരിക്കാമോ അത്രയും നേരം ഇരിക്കാം, അല്ലെങ്കിൽ 10 പ്രാവശ്യം ചെയ്യാം. ഇതിന് 2 മിനിറ്റ് നേരം ചെയ്യാം, അല്ലെങ്കിൽ 10 പ്രാവശ്യം ചെയ്താൽ മതി. 1 മിനിറ്റ് ഒക്കെ ഉണ്ടെങ്കിലും മതി. എക്സർസൈസ് നമ്പർ 4, സൈക്ലിംഗ്. നമ്മൾ മലർന്നു കിടന്നുകൊണ്ട് സൈക്കിൾ ചവിട്ടുന്നത് പോലത്തെ ഇതുപോലെ വായുവിൽ ഒരു 25 തൊട്ട് 50 പ്രാവശ്യം വരെ സൈക്കിൾ ചവിട്ടണം. ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എത്ര പ്രാവശ്യം മുമ്പോട്ട് ചവിട്ടുന്നോ അത്രയും പ്രാവശ്യം നമ്മൾ പിമ്പോട്ടും ചവിട്ടണം. അപ്പോൾ ഇതാണ് എൻ്റെ എക്സർസൈസ്. നിങ്ങൾ ഈ 4 എക്സർസൈസുകൾ ചെയ്തു കഴിഞ്ഞാൽ കണിശമായിട്ടും 21 ദിവസത്തിനകം നിങ്ങളുടെ 1.5-2 ഇഞ്ച് വേസ്റ്റ് ലൈൻ കുറയും കണിശമായിട്ടും. അല്ലെ, ട്രൈ ചെയ്ത് നോക്കിക്കോ. 3 ആഴ്ച എന്ന് പറയുന്നത് എന്നാണെന്നറിയാമോ? ഇപ്പം നിങ്ങൾ ആദ്യമായിട്ട് തുടങ്ങുവാണെങ്കിൽ നമ്മൾ ഒരു ഫ്ലാങ്ക് ഒക്കെ ചെയ്യാനായിട്ടുണ്ടല്ലോ, 1 മിനിറ്റ് ഒക്കെ നിൽക്കാനായിട്ട് വിഷമമാണ്. 10 സെക്കൻഡ് തന്നെ വലിയ വിഷമമായിട്ട് വരും. അതുകൊണ്ട് ആണ് ഈ 3 ആഴ്ചത്തെ കാര്യം പറയുന്നത്. 3 ആഴ്ച ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് വിവരം എന്നോടൊന്ന് പറയണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്കും സുന്ദരമായിട്ട് ഇങ്ങനെ വയറിൽ പിടിക്കാനായിട്ട് സാധിക്കും. ഭയങ്കര ഒരു സന്തോഷം തരുന്ന ഒരു കാര്യമല്ലേ അത്. ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയിപ്പോയി കേട്ടോ, ഇത്രയും സാധിച്ചല്ലോ എന്നും പറയുന്നുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ ബൈ.